അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു കവിത പരിചയപ്പെടുത്താം. ദ സീഡ്ലിംഗ്, ഒരു തളിര്. നിങ്ങൾ ചോദിക്കും, എന്തിനൊരു തളിർ അങ്ങനെ ഒരു പേര് കൊടുക്കാൻ കാരണം? അതിനൊരു കാരണമുണ്ട്. ഇവിടുത്തെ കവി പോൾ ലോറൻസ് ഡൺബാറാണ്. ആളിവിടെ ഒരു തളിരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിത്തല്ല, എന്നാൽ ഒരു ചെടിയുമല്ല, അതിനിടയിലുണ്ടാകുന്ന ഒരു ചെറിയൊരു ഇതാണ്. ഇങ്ങനെ ഒരു ചെടി ആവാനാകുന്ന ഒരു സംഭവമാണ്. അതിനാണ് തളിരെന്ന് പറയുന്നത്. അപ്പൊ ഇതിവിടെ കൊണ്ടുവന്നത്, ഈ തളിര് എനിക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് തണല് നൽകുന്ന ഒരു വൃക്ഷമായി തീരാൻ കഴിയില്ല. അല്ലെങ്കിൽ എത്രയോ പച്ചക്കറികളും അതുപോലെ തന്നെ പഴങ്ങളും നൽകുന്ന ഒരു ചെടിയാകാൻ കഴിയില്ല. അപ്പോൾ ഇതിനൊക്കെ, ഈ ഇങ്ങനത്തെ ചലഞ്ചിനൊക്കെ വെല്ലുവിളിയില്ലാതെ ഉന്നതങ്ങളെ കടന്ന് തളിര് പോകുമ്പോൾ ഇപ്രകാരം തന്നെ മനുഷ്യർക്കുമുണ്ട് എന്നതിനെ സൂചിപ്പിക്കാനാണ് കവി ഇവിടെ സീഡ്ലിംഗ് എന്നൊരു തുടക്കം കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്കിതിന്റെ കവിയെ കുറിച്ച് സംസാരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, പേര് പോൾ ലോറൻസ് ഡൺബാർ. ആരാണ് പോൾ ലോറൻസ് ഡൺബാർ? 1872 ജനിച്ച് 1902 മരിച്ച ഒരാളാണ്. എന്നാൽ ഇന്ന് 2025 ഡിസംബർ 7 ആൾ ഈ വേദിയിൽ സ്മരിക്കപ്പെടുകയാണ്. അതിനു പിന്നിൽ ഉണ്ടാകണമല്ലോ ഒരു കാരണം. അപ്പോൾ അദ്ദേഹവും ഈ കവിതക്ക് സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ്. കാരണം ഇയാൾ കെൻഡക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് അടിമയായിരുന്ന ഒരാളായിരുന്നു. പക്ഷേ അമേരിക്കൻ സിവിൽ വാറിന് ശേഷം ഇദ്ദേഹം എല്ലാ വെല്ലുവിളികളെയും തോൽപ്പിച്ച് അദ്ദേഹം ഉന്നതനം കടന്ന് ആൾ സ്മരിക്കപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കവിതയിലേക്ക് കടക്കാം. കവിതയുടെ പേര് ഞാൻ പറഞ്ഞു, ദ സീഡ്ലിംഗ്, ഒരു തളിര്. As a quiet little seedling, ചെറിയൊരു തളിരെന്ന നിലക്ക് തളിരായതിനാൽ lay within its dark some bird, അതതിൻ്റെ ആ കോട്ടിങ്ങിൻ്റെ ഉള്ളിൽ കടക്കുകയാണ്. To its fall fell a talking, അതതിനോടൊന്ന് സംസാരിക്കുകയാണ്. And this is what if said, അത് മാത്രമല്ല, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് പറഞ്ഞത്? I am indeed so very robust, but I will do the best. ഞാനൊരു റോബസ്റ്റ് അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കഴിവുള്ള ആളെന്ന് ആയിക്കൊള്ളണമെന്നില്ല. ബട്ട് ഐ വിൽ ഡു മൈ ബെസ്റ്റ്, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യും. ഇതാണ് ഒരു മനുഷ്യൻക്ക് ഉണ്ടാകുന്നത്. ഇത് മനുഷ്യൻക്ക് ഉണ്ടായില്ല, എന്നാൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇതാണ്. എന്നാൽ നമുക്ക് കവിതയിലേക്ക് ഒന്നും കൂടി കിടക്കാം. ആൻഡ് ദ സീഡ്ലിംഗ് ഫ്രം ദാറ്റ് മൊമെന്റ്, ആ നിമിഷം മുതൽ ആ തളിരാവുകയാണ്. ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗിൻ, അതിൻ്റെ ജീവിതം അവിടെ നിന്ന് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കവി ആകെ മനുഷ്യന്റെ ഉന്നതങ്ങളിലേക്ക് പോകുന്നതിനെ മാത്രമാണ് അവിടെ സൂചിപ്പിച്ചത്. എന്നാൽ നമുക്കിതിനെ പലയിടത്തേക്കും നമുക്കിതിനെ എടുക്കാൻ പറ്റും. നാം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ സമുദായത്തിലെ ഉലമാക്കൾ, ഇന്നത്തെ മാത്രമല്ല പണ്ടത്തെ, നമ്മൾ ഇന്നെടുത്ത് പറയേണ്ടത് ഇന്നത്തെ ഉലമാക്കളായതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഉലമാക്കളെ പറയാം. അവർക്കെതിരെ എത്ര ആരോപണങ്ങൾ വരുന്നു. അവരുടെ കുടുംബങ്ങളിലേക്ക് വരെ ചൂണ്ടിക്കാട്ടി അവരെ പറയുന്നു. കള്ളുകുടിയന്മാരെന്ന് പറഞ്ഞ് അവരെ താഴ്ത്തിക്കളയുന്നു. പക്ഷേ തളരുന്നില്ല. അവർ ഈ ഉമ്മത്തിനെ കാക്കുന്നു. അവർ ഈ ഉമ്മത്തിന് വേണ്ടത് ചെയ്യുന്നു. ഒരു ഉമ്മത്ത് അവർക്ക് തണലായി നൽകുന്നു. അങ്ങനെ അവർ ഉന്നതങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ കവിത അവർക്കും കൂടി പറ്റുന്നതാണെന്നുള്ളത് ഒരു സത്യമായ കാര്യമാണല്ലോ. എന്നാൽ ഒരു കാര്യമുണ്ട്, 16-ാം വയസ്സിൽ തന്നെ നമ്മുടെ ഈ കവി ഒരു കവിത പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് അവർ മാർട്ടേഡ് സോൾജേഴ്സ്. അന്ന് 16-ാം വയസ്സിൽ ഇദ്ദേഹം പബ്ലിഷ് ചെയ്തത് ഈ ദ സീഡ്ലിംഗ് എന്ന് പറയുന്നതല്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ദ സീഡ്ലിംഗ് എന്നുള്ളത് ലോക പ്രശസ്ത ഒരു കവിതയായി തീർന്നത്. എല്ലാം പോകട്ടെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ വേദി എടുക്കാം.
എത്രയോ കുട്ടികളുടെ വയർപ്പുകൾ, ഉസ്താദുമാരുടെ നിരന്തരമായ ഇടപെടലുകൾ, നല്ലവരായ നാട്ടുകാരുടെ സഹായങ്ങൾ, ഇതെല്ലാം തീർത്ത് കലാപ്രതിഭകളെ മനസ്സിലാക്കാൻ സർവർക്കും സാധിക്കുന്നു എന്നത് മാത്രമല്ല, ഉലമാഇന് ആത്മീയത മാത്രമല്ല ഭൗതികമായുള്ള വിഷയങ്ങളിലും നല്ല കഴിവുണ്ടെന്ന് എക്ലിപ്റ്റിക്ക ഇവിടെ തെളിയിക്കുമ്പോൾ ഇതിന് പിന്നിൽ ഉള്ള ആൾക്കാർക്ക് എന്നെ കൊണ്ട് ഈ ഫെസ്റ്റ് ഒന്നും നടക്കില്ല, അങ്ങനെ ചിന്തിച്ച് പോകാമായിരുന്നു, പോയില്ല. അതാണ് ഇന്നിവിടെ കാണുന്ന വിപ്ലവാത്മക ഈ വേദി. അതുകൊണ്ട് തന്നെ നാം ഈ കവിതയെ നല്ലപോലെ മനസ്സിലാക്കണം. ഈ കവിതയിൽ പറയുന്നത് I am in so very robust, but I will do the best. ഞാൻ ഒരു കഴിവുള്ള ആളായിക്കൊള്ളണമെന്നില്ല, എന്നാലും ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും. ഈ മാനസികാവസ്ഥ ആർക്കാണോ ഉള്ളത്, ആൾ എത്രയും ഉന്നതങ്ങളിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണെന്ന് പറയാൻ ഞാൻ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞാൻ വേണ്ടി ഒന്നും കൂടി പറഞ്ഞുതരാം. കുറെ രാജ്യങ്ങളെ അടക്കി ഭരിച്ച ഒരു രാജാവാണല്ലോ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു. എന്നാൽ അവർക്ക് അവിടെ നിന്നുണ്ടെങ്കിൽ അവിടുന്ന് ആ ഇത് വിട്ട് അള്ളാഹുവിനെ അറിയണമെന്ന് പോയപ്പോൾ എത്ര ആൾക്കാർ കളിയാക്കിയുണ്ടാവും. പക്ഷേ അദ്ദേഹം എനിക്ക് കഴിവുണ്ടാവില്ല, പക്ഷേ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ചെയ്യും, അങ്ങനെയുള്ള വിചാരം കൊണ്ട് ആളായത് സുൽത്താൻ ആരിഫീനാണ്. അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിം കമ്മ്യൂണിറ്റീസിനും സർവ്വ കമ്മ്യൂണിറ്റീസിനും ഏറ്റെടുക്കാൻ പറ്റുന്നൊരു പോയമാണെന്ന് നിങ്ങൾക്ക് അറിയിച്ച്, പിന്നെ നിങ്ങൾ ആകെ ഇത്ര കുറച്ചെടുത്തുള്ളൂ, ഇതിന്റെ സമ്മറി ഒന്ന് നാളെ ഇത് വരണമെന്ന് പറഞ്ഞ് എനിക്കൊരു തിരക്കുള്ളത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.